എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല. നീ തന്നെ ചെല്ലണമെന്ന് അങ്ങേര് നിർബന്ധം പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ അവസ്ഥയില് പുരയിലമ്മ നിന്നെ അയക്കുവോ? കൃഷ്ണ, ഓ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടല്ലോ. ഓ അന്ന് വൈദ്യുതി ചെയ്തത് അറ്റ കയ്യാ. അതിന്റെ ഈ വേദനയൊക്കെ. എന്താ? നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ദേവമ്മ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പുറത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ. അത് പിന്നെ 10-20 കൊല്ലമായി പുരേ തന്നെ ഉള്ള ഒരുത്തനെ എങ്ങനെ അവിശ്വസിക്കാനാ? എന്നാലും അവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്ര കാലമായടാ അവര് തുടങ്ങിയിട്ട്? എന്നാലും ഭാനുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതും കൃഷ്ണനോട്. ഒറ്റ എണ്ണത്തിനും വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതായാലും മറ്റു കുട്ടികളോട് ഇതൊന്നും അത്രയ്ക്ക് വിസ്തരിക്കാൻ നിൽക്കണ്ട. അതെങ്ങനെയാ? എന്താ ഇത്രയ്ക്ക് വൈകുന്നെന്നും പറഞ്ഞ് പാതിരാത്രി സേട്ട ആളെ വിട്ടപ്പോളേ പുരയിലുള്ളവരൊക്കെ അറിഞ്ഞു. എന്ന് പറഞ്ഞ ഇനി ഓരോ അവളുമാർക്കും ഇങ്ങനെ ഓടിപ്പോകാൻ തോന്നിയാൽ? ഹലോ, ദേവറാവു ആണ്. എന്തായി? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെ,
ആ ഒരന്വേഷണമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തി നോക്കി. ആ നിങ്ങൾ അറിയും. ആ ആ ചുണ്ടിന്റെ മുകളില് മറുകൊള്ള അപ്പൊ മറന്നിട്ടില്ല. ആ ദൈവമേ ആകെ പരിഭ്രമത്തിലാ. അതെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ശരി, ആ ശരി 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 ഇൻസ്പെക്ടർ. ആ ഒരന്വേഷണമൊക്കെ അവരും കഴിഞ്ഞു. ഏതായാലും വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അപ്പോഴത്തേക്കും എന്തെങ്കിലും അറിയോ നോക്കാം. എന്നാ ഞങ്ങള് ചെല്ലട്ടെ. കുട്ടികളാകെ ഭയന്നിരിക്കുക. ആ. അവിടെ നിൽക്കാൻ ലക്ഷ്മി. പിന്നെ ഇതുപോലെ 2-3 ദാസിപ്പൊരയിലും വളരുന്നുണ്ടല്ലോ. അവരെ അണിയിച്ചൊരുക്കി ഇരുത്താറാവുമ്പോഴേക്കെങ്കിലും പൊരയിലേക്കുള്ള ഈ പോക്കും വരവും നിർത്തിയാ കൊള്ളാം. ഏതെങ്കിലും ഒരു വിത്ത് ഇവിടുത്തെ ആവില്ലെന്ന് ആര് കണ്ടു? എവിടെ വരെയായി മേശ്രീ കാര്യങ്ങള്? ഇക്കൊല്ലം മുഴുവൻ ഇതുമായിട്ടങ്ങ് പോകുവോ? ഏയ് അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ നടക്കണ്ട്. ഇത് മുടക്കി നടക്കണ്ട്. പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിയതാണെന്നും പറഞ്ഞൊരു കണക്ക് തന്നു. കിടക്കല്ലേ കടലുപോലെ. ദൈവത്തിന്റെ കാര്യമായതുകൊണ്ടാ സഭക്കാര് കാശ് തികയില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കയറിയേറ്റത്. അല്ലാതെ ദേവറാവുവിന്റെ വീട്ടിൽ കെട്ടിയിരിപ്പൊന്നുമില്ല. അത് പിന്നെ സാധനങ്ങളുടെയൊക്കെ ഒരു വില വെച്ച് നോക്കുമ്പോ എന്തായാലും പ്രദോഷത്തിന് മണി മോളിലുണ്ടാവണം. എന്താ? ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. നടക്കടാ. ചെറുക്കൻ ഒരു അബദ്ധം പറ്റിയതാ, ഇതിന് ക്ഷമിക്കണം. ഇത് അബദ്ധമല്ല, അഹങ്കാര. 4 നേരത്തിന് 6 നേരം നല്ല ഭക്ഷണം ചെന്നാ എല്ലിന്റെ ഇട കേറാണ്ടിരിക്കോ? ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. വാടാ. മാല വരൂ, ഒരു കാര്യം കാണിച്ചു തരാം. താഴെ ദേവറാവ് വന്നു. ഇപ്പൊ പോവാം. അങ്ങേർക്കിപ്പൊ നിന്നെ മാത്രം മതിയെന്നായി. മദ്യം തരാറുണ്ട്? ഇല്ല, അവിടെ ഇരുന്ന് കുടിക്കാറുമില്ല. എന്തും മടുക്കുമ്പോഴാണല്ലോ മദ്യത്തിന്റെ ആവശ്യം. എന്തിനാ വിളിച്ചത്? ആ പ്രൊഫസർ തന്നിട്ട് പോയതാ, മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന. എങ്ങനുണ്ട്? ഇതെവിടെയായിരുന്നു? കാത്തിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. എന്തിന്? കാണാൻ, അല്ലാതെ എന്തിനാ? വേഗം പൊയ്ക്കോ, അയാൾ ഇപ്പൊ വരും. ആര്?
ദേവറാവു അയാൾ കണ്ട കുഴപ്പാവും. അത് ശരി. അപ്പൊ എന്റെ കാശും കിടക്കനും ഒക്കെ മേടിച്ചു വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ നോക്ക. അയ്യോ അയാൾ വന്നു. പോ പോ ഒന്ന് പോകാൻ. ഇന്നെന്താ ഈ വേഷത്തില്? മാറാം. വേണ്ട 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 വേണ്ട, മാലയ്ക്ക് ഏത് വേഷവും നല്ല ചർച്ചയാ. ആ. ഇതാരുടെ വകയാ? മുന്തിയ കലാകാരന്മാർ പലരും വന്നു പോകുന്നുണ്ടല്ലേ. വാ. Dun, dun, dun. അടുത്ത കാല്. നീ പറഞ്ഞിട്ടാണോ ഇവൻ വന്നത്? ആണോടി? കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയല്ലേ? മോൾ ബദ്രു, ഓടി വാ. എന്താ മാല ഇതൊക്കെ? അറിയില്ല. ഞാനെങ്ങനെ വിശ്വസിക്കണം അല്ലേ? നടന്നത് നടന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ മാലയ്ക്ക്? ദേവറാവുവിന്റെ ദേഹത്ത് നീ കൈ വെച്ചല്ലടാ. അവന്റെ നോട്ടം കണ്ടില്ലേ? മതിയായിട്ടില്ല അവന്. നാളെ നേരം എടുക്കുമ്പോ നിന്റെ നിഴല് പോലും ഈ നാട്ടിൽ കണ്ടുപോകരുത്. ഇല്ല കൊന്നു കുഴിച്ചുകൂടി ഞാൻ. എന്താടാ നോക്കി നിക്കുന്നേ? ഓടാ. ഇന്നാളും ഇതുപോലെ ഇവരൊന്ന് കേറാൻ നോക്കി. എങ്ങനെ കേറാതിരിക്കും? നീയൊക്കെ ഇവിടുത്തെ ആൾക്കാര്. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. വണ്ടി എടുക്കാൻ പറയടാ. അപ്പൊ അകത്തേക്കല്ലേ?
എന്താ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ. ഈ കണ്ണുകൾ രണ്ടും ഞാൻ കുത്തി പൊട്ടിച്ചോട്ടെ? ഉം. പിന്നെ എങ്ങനെ കാണും? കാണണ്ട. എന്റെ അവസാന കാഴ്ച എപ്പോഴും നീയായിരിക്കുമല്ലോ. കള്ളൻ. ആദ്യം ആയതുകൊണ്ട് തോന്നിയതൊക്കെ. എങ്ങനെ അറിഞ്ഞു അത്? അതൊക്കെ അറിഞ്ഞു. ആ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്റെ അടുത്ത് ആദ്യം വന്നവനെ ഞാൻ ഏറ്റവും വെറുക്കുന്നു. ആരായിരുന്നു അത്? ദൈവം. ഏ, ദൈവോ? ആ ആരാ അത്? പഴയ ഒരു ദാസി പെണ്ണ്. ഞാൻ പോട്ടെ. ഇനി ഇവിടെ വരരുത് ഒരിക്കലും. അതെന്താ? എനിക്കിഷ്ടമല്ല. അത് വെറുതെ. ഞാൻ വരും. വേണ്ട. വരും.